എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ പാലക്കാട് എം.എൽ.എ രാഹുൽ മാങ്കൂട്ടവും ഈ അടുത്ത കാലത്ത് ബി.ജെ.പി വിട്ട് കോൺഗ്രസിൽ ചേക്കേറി കോൺഗ്രസിൻ്റെ വക്താവായ സന്ദീപ് വാര്യറും തമ്മിൽ പൊരിഞ്ഞ അടി നടക്കുകയാണ്. അപ്പോൾ ഇതിനാസ്പദമായ സംഭവം ഞാൻ പറഞ്ഞുതരാം. ഈ അടുത്ത കാലത്താണ് പാലക്കാട് നഗരസഭയുടെ പരിധിയിൽപ്പെടുന്ന ഒരു സ്ഥാപനത്തിന്, ഒരു കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിന് RSSൻ്റെ സ്ഥാപകനായ KB ഹെഡ്ഗേവറിൻ്റെ പേര് നൽകാൻ തീരുമാനിക്കുന്നു. അതായത് പാലക്കാട് നഗരസഭ ഭരിക്കുന്നത് BJP ആണ്. അപ്പോൾ BJP RSSൻ്റെ സ്ഥാപകൻ്റെ പേര് നൽകാൻ, ആ സ്ഥാപനത്തിന് പേര് നൽകാൻ തീരുമാനിക്കുന്നു. അപ്പോൾ ഇതിനെതിരെ ഓൾറെഡി അതിൻ്റെ ആ സ്ഥാപനത്തിൻ്റെ ശിലാസ്ഥാപനമൊക്കെ കഴിഞ്ഞാണ്. അപ്പോൾ ഇതിനെതിരെ പ്രതിഷേധവുമായിട്ട് DYFIയും യൂത്ത് കോൺഗ്രസും അവിടത്തേക്ക് മാർച്ച് നടത്തിയിട്ട് ആ ശിലാസ്ഥാപനം നടത്തിയ കല്ലൊക്കെ അടിച്ച് പൊട്ടിച്ച് അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെറിയ കല്ല് രീതിയിലൊക്കെ കെട്ടിവെച്ചിരുന്നു. അതൊക്കെ അടിച്ച് തകർത്ത് അങ്ങനെയുള്ള കലാപരിപാടികൾ ഈ DYFIയും യൂത്ത് കോൺഗ്രസും നടത്തിയിരുന്നു. അപ്പോൾ യൂത്ത് കോൺഗ്രസിന് നേതൃത്വം നൽകിയത് അവിടുത്തെ MLA കൂടിയ രാഹുൽ മാങ്കൂട്ടായിരുന്നു. ഇപ്പോൾ സംഭവം അതല്ല, ഇതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് ഒരുപാട് പത്രസമ്മേളനമൊക്കെ വിളിച്ച ആൾക്കാരുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് കോൺഗ്രസിൻ്റെ നയം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്ത് ഭിന്നത ഉണ്ടാക്കുന്ന ഒരാളുടെ ഒരു പേര് കേന്ദ്ര സർക്കാർ ഒരു ഗവൺമെൻറ് സ്ഥാപനത്തിന് കൊടുക്കാൻ പാടില്ല. അതാണ് കോൺഗ്രസിൻ്റെ ഒരു നയം എന്ന രീതിയിലൊക്കെ പത്രപ്രവർത്തകരുടെ മുമ്പിൽ വന്ന് വാദോരാതെ പ്രസംഗിക്കുന്നുണ്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എന്താ പറയുക, സന്ദീപ് വാര്യർ സോഷ്യൽ മീഡിയയിലൊരു പോസ്റ്റാണ് രാഹുൽ മാങ്കൂട്ടത്തെ ചൊടിപ്പിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം ഈ രാഹുൽ മാങ്കൂട്ടം പറഞ്ഞ കാര്യം തന്നെ പറഞ്ഞു. അതായത് സമൂഹത്തിൽ ഭിന്നതയുണ്ടാക്കുന്ന ഒരു വ്യക്തിയുടെ പേര് ഒരു സർക്കാർ സ്ഥാപനത്തിന് കൊടുക്കുന്നത് കോൺഗ്രസ് എതിരാണ്. അത് വെച്ചിട്ടാണ് ആ പോസ്റ്റ് തുടങ്ങുന്നത്. പിന്നെ അവിടെയല്ലേ അത് കഴിഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് പറയാണ്. അതായത് RSS ഇന്ത്യ ഭരിക്കാൻ തുടങ്ങിയിട്ട് 10 വർഷമായി. ഈ 10 വർഷം എന്താ പറയേണ്ടത് ഒരുപാട് സ്ഥാപനങ്ങൾ, കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾ ഉണ്ടാക്കി, ഒരുപാട് എന്താ പറയേണ്ടത് കേന്ദ്ര സർക്കാർ അല്ലാത്ത NGOസും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ RSSും BJP ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ ഒരു സ്ഥലത്ത് പോലും ഈ RSS സ്ഥാപകനായ KB ഹെഡ്ഗേവറിൻ്റെ പേര് എവിടെയും കൊടുത്തിട്ടില്ല. അത് ആ പേര് അങ്ങനെ ആയതുകൊണ്ടാണോ, ആ കൊടുക്കാൻ പറ്റാത്ത പേരായതുകൊണ്ടാണോ, അല്ല RSS വ്യക്തിപൂജയിൽ എന്താ പറയേണ്ടത് വ്യക്തിപൂജയെ പ്രൊമോട്ട് ചെയ്യാത്തതുകൊണ്ടാണോ, അതിലേതാണെന്ന് നിങ്ങൾ പറയണം, BJPക്കാർ പറയണം. പിന്നെ അതുമാത്രമല്ല, ഈ ഒരു ദിവസം RSS താത്വികമായിട്ട് പരാജയപ്പെട്ടൊരു ദിവസമാണ്. പാലക്കാട്ടെ മണ്ടന്മാരായ BJP നേതാക്കന്മാർ RSSനെ താത്വികമായിട്ട് പരാജയത്തിലേക്ക് തള്ളിവിട്ടു എന്നൊക്കെയാണ് എന്താ പറയേണ്ടത് സോഷ്യൽ മീഡിയയിൽ സന്ദീപ് വാര്യർ കുറിക്കുന്നത്. അപ്പോൾ സന്ദീപ് വാര്യർ കുറിച്ച ഫേസ്ബുക്ക് പോസ്റ്റിനടിയിൽ വന്ന കമൻറ്റുകളൊക്കെ ശ്രദ്ധിച്ചാൽ മതി. കൂടുതൽ ആൾക്കാരും പറയുന്നത് സന്ദീപ് വാര്യർ ഇപ്പോഴും RSSൻ്റെ എന്താ പറയുക RSSന് എന്തെങ്കിലും വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ വരുമ്പോഴും ഇപ്പോഴും സന്ദീപിൻ്റെ മനസ്സ് വേദനിക്കുന്നു. അപ്പോൾ സന്ദീപ് ആ പോസ്റ്റിലൂടെ പറയാതെ പറയുന്നത് RSSനെ നന്നാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിനു മുന്നിലും സമാനമായ ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് വഖഫ് ബില്ല് രാജ്യത്ത് വഖഫ് നിയമമായി മാറി. അപ്പോൾ ഇതിനെതിരെ ചാനൽ ചർച്ചയിൽ പോലും അധിക കാര്യം ഡിഫൈൻഡ് ചെയ്യാതെ പ്രതിരോധത്തിലേക്ക് നീങ്ങുന്ന ഒരു നയമാണ് സന്ദീപ് വാര്യർ സ്വീകരിച്ചത്. അത് ശരിക്കും പാലക്കാട് ഷാഫി പറമ്പലിനും രാഹുൽ മാങ്കൂട്ടത്തിനൊക്കെ ചൊടിപ്പിച്ചിരുന്നു. അപ്പോൾ ഈ രണ്ട് പേരിലാണ് രാഹുൽ മാങ്കൂട്ടം സന്ദീപ് വാര്യർ അടുത്ത് പൊട്ടിത്തെറിച്ചതെന്നാണ് ഈ പാലക്കാടത്തെ മുതിർന്ന ചില കോൺഗ്രസ് നേതാക്കന്മാരടക്കം പറയുന്നത്. അതായത് ഈ വഖഫിനെ പ്രോപ്പറായിട്ട് ചാനൽ ചർച്ചയിലൊന്നും ഡിഫെൻഡ് ചെയ്തില്ല, സോഷ്യൽ മീഡിയയിൽ അത്തരം കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടില്ല. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ RSSൻ്റെ എന്താ പറയുക RSSനെ എന്തെങ്കിലും പറയുമ്പോൾ പുള്ളിക്ക് നോവുന്നു, അത് പിന്നെ എന്താ പറയുക അവരെ നന്നാക്കാൻ വേണ്ടിയുള്ള ടിപ്സുകൾ കൊടുക്കുന്നു. അത്തരം കാര്യങ്ങൾ നിങ്ങൾ ഇടപെടേണ്ട, മര്യാദയ്ക്ക് മിണ്ടാതിരുന്നോ എന്നുള്ള തരത്തിൽ ശക്തമായി വാണിംഗ് കൊടുത്തിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടം. അപ്പോൾ രാഹുൽ മാങ്കൂട്ടം ഇത്തരത്തിൽ വാണിംഗ് കൊടുക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ രാഹുൽ മാങ്കൂട്ടം ഇവിടെ പാലക്കാട് സ്ഥാനാർത്ഥിയായി വന്നത് തന്നെ ഷാഫി പറമ്പലിൻ്റെ നോമിനി ആയിട്ടാണ്. ഷാഫി പറമ്പിൽ അവിടെ MLA ആയിരുന്നു. പുള്ളിക്കാരൻ വടകര മത്സരിക്കാൻ പോയ സമയത്ത് അവിടെയാണ് എന്താ പറയേണ്ടത് ബൈ ഇലക്ഷൻ വന്നത്. അപ്പോൾ ഷാഫിയുടെ നോമിനിയായിട്ട് രാഹുൽ മാങ്കൂട്ടം അവിടെ വന്നത്. അപ്പോൾ എന്താ പറയേണ്ടത് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ പ്രേരിപ്പിച്ചത് ഷാഫിയുടെ ഒരു സപ്പോർട്ട് കൊണ്ട് തന്നെയാണ്. അവിടെ നിങ്ങൾ വീഡിയോ ഫൂട്ടേജൊക്കെ കണ്ടില്ലേ, അവിടെ ചാടി കയറി വന്നിട്ട് എന്താ പറയേണ്ടത് ആ ഫൗണ്ടേഷൻ സ്റ്റോണൊക്കെ അടിച്ച് തകർക്കുക, അവിടെ കണ്ട കസേരയൊക്കെ അടിച്ച് തകർക്കുക, പിന്നെ എന്താ പറയേണ്ടത് പോലീസിനെ കാണുമ്പോൾ കുതിറി ഓടുക, അവൻ തന്നെ മുണ്ടൊക്കെ ഇതാക്കിയിട്ടില്ല, അങ്ങനെ എന്തൊക്കെയോ അഭ്യാസങ്ങൾ അവനെ കാണിച്ചിരുന്നു. പിന്നെ എന്താ പറയുക പോലീസ് പിടിക്കില്ല. ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇതൊരു സർക്കാർ സ്ഥാപനമല്ലേ, ഒരു സർക്കാർ സ്ഥാപനം എന്താ പറയുക ശിലാസ്ഥാപനം നടത്തിയതൊക്കെ അടിച്ച് തകർക്കുക വെച്ച് കഴിഞ്ഞാൽ ഗുരുതരമായ തെറ്റല്ലേ. അപ്പോൾ പോലീസ് ആക്ട് ചെയ്യില്ലേ. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞതെന്ന് വെച്ചാൽ എന്താ പറയുക ഇപ്പോൾ ചാനലിന് മുന്നിൽ മീഡിയയുടെ മുന്നിൽ വന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ ഇവിടുത്തെ പോലീസ് എന്താ പറയുക RSSന് വേണ്ടി സപ്പോർട്ട് RSSൻ്റെ അടിമപ്പണി ചെയ്യാണ്. ഞാൻ ചോദിക്കട്ടെ, പോലീസ് ഇവിടെ നിയമം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടില്ലേ? നിങ്ങളിവിടെ ഒരു സർക്കാർ സ്ഥാപനം തുടങ്ങുമ്പോൾ അവിടെ ഒരു ഫൗണ്ടേഷൻ സ്റ്റോൺ എന്താ പറയുക ഇട്ട് കഴിഞ്ഞാൽ അതൊക്കെ പറിച്ച് കഴിയുമ്പോൾ അവിടെ സർക്കാർ സ്ഥലത്ത് കയറി ആക്രമണം ഉണ്ടാകുമ്പോൾ പോലീസ് കൈയും കെട്ടി നോക്കിയിരിക്കണം. പിന്നെ പോലീസ് എന്തിനാണ്? പോലീസ് ഇവിടെ നിയമം സംരക്ഷിക്കാനല്ലേ. അപ്പോൾ പോലീസിൻ്റെ ഡ്യൂട്ടിയല്ലേ ചെയ്തേ. അപ്പോൾ നിങ്ങൾ ചുമ്മാ ഇങ്ങനെ പറയില്ല, അതിൻ്റേതായ കാര്യങ്ങളുണ്ട്. പോലീസ് RSSന് അടിമപ്പണി ചെയ്യുന്നില്ല. അപ്പോൾ ഇതിലൊക്കെ ഉണ്ടല്ലോ സന്ദീപ് വാര്യർ വേണ്ട രീതിയിൽ പ്രതികരിച്ചില്ല എന്നുള്ള ഒരു ചൊറുക്ക് ഈ രാഹുൽ മാങ്കൂട്ടത്തിനുണ്ട്. അത് തന്നെയാണ് ഇത്തരത്തിൽ വാര്യരോട് പൊട്ടിത്തെറിക്കാനുള്ള കാരണം. അതായത് താനിവിടെ കോൺഗ്രസിൽ നിന്നുകൊണ്ട് RSSനെ നന്നാക്കാൻ ശ്രമിക്കേണ്ട എന്നുള്ള ഒരു ശക്തമായ വാണിംഗ് തന്നെ കൊടുത്തിരിക്കുന്നത്. ആ സമാനമായ സംഭവം കുറച്ച് നാൾ മുന്നേ ഉണ്ടായിരുന്നു. അത് ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. അതായത് അന്ന് ഷാഫി പറമ്പിൽ വ്യക്തമായി വാണിംഗ് കൊടുത്തതാണ് സന്ദീപ് വാര്യർക്ക്.
നന്നായിട്ട് വാൺ ചെയ്ത് വിട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഇവിടെ കോൺഗ്രസിൽ നിന്നുകൊണ്ട് RSSന് BJPയുടെ ആഭ്യന്തര കാര്യങ്ങൾ ഇടപെടേണ്ട അതെന്താണ് പറഞ്ഞുതരാൻ എന്താണെന്നില്ലേ, ഈ കുറച്ചാൾ മുന്നേ തന്നെ ഈ സുരേന്ദ്രൻ്റെ BJP സംസ്ഥാന അധ്യക്ഷനുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച, BJP സംസ്ഥാന അധ്യക്ഷനെ മാറ്റുന്നു, പുതിയ ഒരാൾ വരുന്നു, ശോഭാ സുരേന്ദ്രൻ വരുന്നു, അങ്ങനെയുള്ള ചർച്ചകൾ വരുന്ന സമയത്ത് ഇപ്പോഴല്ല കുറച്ച് മുന്നേ ഒരു ഫസ്റ്റ് ഫേസിൽ ഇങ്ങനെ നന്നായിട്ട് വന്നായിരുന്നല്ലോ ആരായിരിക്കും അടുത്ത പ്രസിഡന്റ് എന്നില്ലേ. ആ സമയത്തൊക്കെ മലയാള മാധ്യമങ്ങളൊക്കെ എന്താ പറയുക ചാനൽ ചർച്ചയിൽ ഇതിലൊക്കെ വിളിക്കുന്നത് സന്ദീപ് വാര്യറായിരുന്നു. അതായത് ചില ടെലിഫോൺ കോൺവെർസേഷനിലൊക്കെ ഇങ്ങനെ വിളിക്കുന്നുണ്ട് സന്ദീപ് വാര്യർ, അതായത് BJPയിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, ആര് വന്നാലാണ് നന്നാവേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് എല്ലാ മാധ്യമപ്രവർത്തനം സന്ദീപ് വാര്യർ വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ സന്ദീപ് വാര്യർ എല്ലാ ചാനലും വന്നിട്ട് സുരേന്ദ്രനെ എന്താ പറയുക അവിടുന്ന് അടിച്ചിറക്കി ചാണകം വെള്ളം തളിച്ച് കഴിഞ്ഞാൽ BJP നന്നാവും, സുരേന്ദ്രനാണ് BJP എന്താ പറയുക ഇത്ര കുഴിയിലേക്ക് ചവിട്ടി താഴ്ത്തിയ സുരേന്ദ്രൻ വി മുരളീധരനൊക്കെയാണ്. അപ്പോൾ ഇവരൊക്കെ മാറിക്കഴിഞ്ഞാൽ BJP നന്നാവും, BJPയുടെ അണികളൊക്കെ സ്ട്രോങ് ആണ്. അത്തരത്തിലുള്ള എന്താ പറയുക കാര്യങ്ങൾ BJP നന്നാക്കാൻ പോകുന്ന കുറേ ടിപ്സുകളായിരുന്നു എന്താ പറയുക ഈ ചാനൽ ചർച്ചയിൽ വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കൂടുതലും ആൾക്കാർ ചാനൽ ചർച്ച കാണുന്ന ആൾക്കാർ ചാനൽ തുറന്നു കഴിഞ്ഞാൽ സന്ദീപ് വാര്യർ BJP പ്രവർത്തകനാണോ BJPയിൽ നിന്ന് പ്രവർത്തകനാണോ എന്ന് പോലും സംശയിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് അവിടെ വന്ന് ചാനൽ ചർച്ചയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് സന്ദീപ് വാര്യർ. അപ്പോൾ ആ സമയത്ത് ഷാഫി പറമ്പിൽ കട്ടക്കലിപ്പായിരുന്നു. അന്ന് തന്നെ നന്നായിട്ട് വാൺ ചെയ്തിരുന്നു. അന്ന് പാലക്കാടിലെ ഒരു മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകൻ തന്നെ ആ പ്രവർത്തകൻ്റെ മുന്നിൽ വെച്ചാണ് സന്ദീപ് വാര്യർ ഫയർ ചെയ്തു എന്നുള്ള ഒരു വാർത്ത പുറത്തു വന്നത്. അപ്പോൾ സമാന സാഹചര്യം തന്നെ ഇവിടെ ഉണ്ടായത്. രണ്ട് വിഷയത്തിൽ ഈ എന്താ പറയുക പാലക്കാട് നഗരസഭാ പരിധിയിൽപ്പെടുന്ന ഈ സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻറ്ററിൻ്റെ അവിടത്തേക്ക് DYFIയും യൂത്ത് കോൺഗ്രസും മാർച്ച് നടത്തിയില്ലേ, അപ്പോൾ അതിൻ്റെ പേരിലും പിന്നെ ഈ വഖഫിൻ്റെ പേരിലും രാഹുൽ മാങ്കൂട്ടം അതിശക്തമായി വാണിംഗ് കൊടുത്തിരിക്കുകയാണ് അവിടുത്തെ MLA എന്ന രീതിയിൽ. നമുക്കറിയാം അവിടെ MLAക്ക് അവിടെ രാഹുൽ മാങ്കൂട്ടം MLA ആണ്, പക്ഷേ MLA അവിടെ ഒരുപാട് വോട്ടുകൾ കൊടുത്തത് ഈ SDP-യും അവിടുത്തെ ജമാഅത്തെ ഇസ്ലാമി അങ്ങനെയുള്ള ഭീകരവാദ സംഘടനകളാണ് ഇവന്മാർക്ക് എന്ന് പറയുന്നത് കൂടുതൽ വോട്ട് സമാഹരിച്ചു കൊടുത്തത്, അതിനൊരു അവിടുത്തെ ഇലക്ഷൻ കോർഡിനേറ്റ് ചെയ്തതെന്ന് പോലും ആക്ഷേപം ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ പച്ച ഡ്രസ്സ് ഇട്ടിട്ട് മറ്റേ അവിടെ ജമാഅത്തെ ഇസ്ലാമിയുടെ ഓഫീസിൽ പോകുന്ന ഫോട്ടോസ് വരെ ആ സമയത്ത് എന്താ പറയുക സ്പ്രെഡ് ചെയ്തിരുന്നു പാലക്കാട് ഇലക്ഷൻ്റെ സമയത്ത്. അപ്പോൾ എന്ത് തന്നെയായാലും വാര്യർക്ക് മുട്ടൻ പണി തന്നെയാണ് കോൺഗ്രസിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇലക്ഷൻ എടുക്കാൻ പോവുകയാണ്. അപ്പോൾ പാലക്കാട് എങ്ങനെയെങ്കിലും മുസ്ലിം ലീഗിനൊക്കെ സോപ്പിട്ടിട്ട് എവിടെയെങ്കിലും ആയിട്ട് ഒരു സീറ്റ് തരപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കളിക്കുന്നത്. ഇൻ കേസ് എനിക്കൊന്ന് രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ ചാടുന്നത് സന്ദീപ് വാര്യർക്ക് പാലക്കാട് സീറ്റിലൊരു കണ്ണുണ്ടോ എന്നൊരു സംശയമുണ്ട്. അപ്പോൾ അതിനെ തടയിടുന്ന ഉദ്ദേശത്തോടു കൂടിയാണോ ഇത്തരം കാര്യങ്ങളൊക്കെ എന്താ പറയേണ്ടത് ഇത് ചെയ്യുന്നത് രാഹുൽ മാങ്കൂട്ടം ചെയ്യുന്നത് എന്ന് എന്താ പറയേണ്ടത് അതൊക്കെ പിന്നീട് പുറത്തു വരേണ്ട കാര്യമാണ്. ചിലപ്പോൾ ആയിരിക്കാം ആകാതിരിക്കാം. ഇപ്പം തന്നെ ഉണ്ടല്ലോ സന്ദീപ് വാര്യർ ഉദ്ദേശം എന്ന് വെച്ചാൽ എവിടെയെങ്കിലും ഒരു സീറ്റിൽ മത്സരിച്ച് MLA ആവാൻ എന്നാണ് കൊടുത്ത വാഗ്ദാനം. പക്ഷേ അതൊന്നും ഇനി നടക്കാൻ പോകുന്നില്ല. ഇപ്പം തന്നെ പൊരിഞ്ഞ് അടി തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സീറ്റിന് മിനിമം ഒരു 10 പേരെങ്കിലും വെച്ച് അടിയാണ്. അപ്പോൾ ആ ഇത്രയും ഗ്രൂപ്പിസം കൊടുമ്പിരി കൊള്ളു നടക്കുന്ന കോൺഗ്രസ്സിൽ സന്ദീപ് വാര്യരെ സപ്പോർട്ട് ചെയ്യാൻ ഒരു പൂച്ചക്കുഞ്ഞ് പോലുമില്ല, ഒരാളുമില്ല. ഷാഫി പറമ്പിൽ VD സതീശനൊക്കെ നന്നായിട്ട് BJP ചാടാൻ വേണ്ടിയിട്ട് ഒരുപാട് ഓഫറുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരെ വഴിക്ക് പോയി. അവരെന്തിനും സന്ദീപ് വാര്യർ തിരിഞ്ഞു നോക്കുന്നില്ല. അതുകൊണ്ടാണ് ലീഗിനെ സോപ്പിട്ട് നടക്കുന്നത്. ഈ പാണക്കാട് പോയിട്ട് അവന്മാരെ എന്ന് പറഞ്ഞിട്ട് അവന്മാരുടെ മുന്നിൽ കുനിഞ്ഞു നിന്ന് കൊടുക്കുന്നത് അവരെങ്ങനെയെങ്കിലും സോപ്പിട്ട് ലീഗിൻ്റെ സ്വാധീനത്തിൽ ഒരു സീറ്റ് തരപ്പെടുത്താൻ പറ്റുമെന്നാണ് ഇപ്പോൾ സന്ദീപ് വാര്യർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്ത് തന്നെയാലും പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടം അതിശക്തമായ ഭാഷയിൽ സന്ദീപ് വാര്യർ ഊക്കി വിട്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ എന്താ പറയേണ്ടത് ഇതൊക്കെ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് എന്നാണ് ചില എന്താ പറയുക പാലക്കാട് തന്നെ കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത്. അപ്പോൾ എന്ത് തന്നെയാലും നമുക്ക് കാത്തിരിക്കാം. പാലക്കാട് വരും ദിവസങ്ങളിൽ ഒരുപാട് ഡെവലപ്മെൻറ്റുകൾ ഉണ്ടാവും. അപ്പോൾ അതിനായി കാത്തിരിക്കാം. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.